കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം അത് അർപ്പിപ്പാൻ എല്ലായ്പ്പോഴും ബാധ്യസ്ഥരും കടപ്പെട്ടവരുമാണ്. ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ രക്ഷിച്ചു. നമുക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകി ഓരോ ദിവസവും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ ചേർത്ത് നിർത്തി അമ്മയെപ്പോലെ ഓമനിക്കുന്ന കർത്താവിനെ സേവിപ്പാനും സ്നേഹിപ്പാനും ലഭിച്ച ആ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കർത്താവിനോട് നമുക്കെപ്പോഴും നന്ദിയും കൂറുമുള്ളവരായിരിക്കാം. കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമുക്കും ദൈവമുൻപാകെ വിശ്വസ്തരായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1-2 വേദവാക്യങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 31 അധ്യായം 4 വാക്യം. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, ലെമുവയിലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത് എന്ന് പറയുകയാണ്. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. എന്തുകൊണ്ട് കൊള്ളരുതെന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടവരരുത്. ഇവിടെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് മദ്യപാനത്തെക്കുറിച്ച് പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 വാക്യത്തിൽ വായിക്കുന്ന രാജാക്കന്മാർക്ക് കൊള്ളരുത്, അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അപ്പോൾ ന്യായമായി ചോദിക്കാം, മറ്റുള്ളവർക്ക് കൊള്ളാമോ? പ്രഭുക്കന്മാരും രാജാക്കന്മാരും മദ്യം കഴിക്കരുത്, ബാക്കി ഉള്ളവർക്ക് ആകാം എന്നാണോ? അല്ല. ഇവിടെ ഭരണാധിപന്മാരാണല്ലോ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ രാജ്യത്തെ ഭരിക്കുന്നവരാണല്ലോ. അവരോട് പ്രത്യേകം പറയുകയാണ്, വീഞ്ഞു കുടിക്കുന്ന രാജാക്കന്മാർക്ക് കൊള്ളരുത്, ലെമുവയിലെ രാജാക്കന്മാർക്കത് കൊള്ളരുത് എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന അവർ ജനത്തിൻ്റെ നീതിയും ന്യായവും മറന്ന് ജനത്തിൽ ലഭിക്കേണ്ടതായ ആ നല്ല ഭരണം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഇന്ന് നാം സമൂഹത്തിലേക്ക് നോക്കിയാൽ, കണ്ണുകൾ ഓടിച്ചാൽ, പത്രത്തിൽ കൂടിയും ടി വിയിൽ കൂടിയൊക്കെ നോക്കിയാൽ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ല സന്തോഷം തരുന്ന വാർത്തകളല്ല. മദ്യപാനം വരുത്തി വയ്ക്കുന്ന വിന സമൂഹത്തിൽ നമുക്കറിയാം. എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ തകരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അത് നിമിത്തം മാതാപിതാക്കൾ വാവിട്ട് നിലവിളിച്ച് എവിടെയാണിതിന് പരിഹാരമെന്നറിയാതെ തലയിൽ കൈവച്ച് നിലവിളിക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ നാം കാണുന്നുണ്ട്. മദ്യപാന നിമിത്തമുണ്ടാകുന്ന കുടുംബ തകർച്ച, ആരോഗ്യ പ്രശ്നങ്ങൾ, മദ്യപാന നിമിത്തമുണ്ടാകുന്ന വിവാഹ മോചനങ്ങൾ, അത് നിമിത്തമുണ്ടാകുന്ന ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, കുടുംബത്തിലുള്ള കലഹം, ശണ്ട, ഇതൊന്നും പ്രത്യേകിച്ച് നമുക്ക് വർണ്ണിച്ച് ആരും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മദ്യപാനം വരുത്തി വയ്ക്കുന്ന ദുരന്തം ചില്ലറയല്ല. മദ്യം കഴിച്ചിട്ട് വാഹനം ഓടിക്കുന്ന നിമിത്തമുണ്ടാകുന്ന അപകടങ്ങൾ വേറെ വശത്ത്. ഇങ്ങനെ എല്ലാ തലത്തിലും നോക്കിക്കഴിഞ്ഞാൽ ആരാലും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വണ്ണം വലിയൊരു സമൂഹം മദ്യത്തിനടിമപ്പെട്ട് തങ്ങളുടെ വിലപ്പെട്ട ജീവിതം പാഴാക്കി കളയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ ചെറുപ്രായത്തിൽ കൂട്ടുകാരുകൂടി തമാശ രൂപേണ തുടങ്ങുന്നതായിരിക്കാം. 18, 20, 21 വയസ്സുള്ളപ്പോൾ കൂട്ടുകാർ കൂടി തമാശ രൂപേണ ഒന്ന് രുചിച്ച് നോക്കുന്നതായിരിക്കാം. അന്നേരം പറഞ്ഞേക്കാം, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറ്റിയേക്കാം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, അരുതാത്തൊരു കാര്യത്തിൽ നാം ചെന്ന് പെട്ടാൽ പെട്ടെന്നൊന്നും അതിൽ നിന്ന് കരകയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ആസക്തിയും ആഗ്രഹവും വർദ്ധിച്ച് മുന്നോട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ കഴിയാതെ വേണം അതിനടിമപ്പെട്ട് വിലപ്പെട്ട ജീവിതം താറുമാറായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വീഞ്ഞു കുടിക്കുന്ന രാജാക്കന്മാർക്ക് കൊള്ളരുത്. നമുക്കിത് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മറ്റൊരു വേദവാക്യം കൂടി നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16 അധ്യായം 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഒരു രാജാവിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദ രാജാവായ ആസായുടെ 26 ആണ്ടിൽ ബയശയുടെ മകൻ ഏല ഇസ്രായേലിൽ രാജാവായി. അവിടെ ഒരു രാജാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിഭജിത ഇസ്രായേലിൽ രാജാവായി. നമുക്കറിയാം, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗലായിരുന്നു. ശൗല് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ശൗലിനെ നീക്കി ദൈവം ദാവീദിനെ കൊണ്ടുവന്നു. ദാവീദ് 40 വർഷം ഭരിച്ചു.
ദാവീദിൻ്റെ മരണത്തോടുകൂടെ ശലോമോൻ രാജാവായി. ശലോമോൻ്റെ മകൻ്റെ കാലം വന്നപ്പോൾ, രെഹബെയാമിൻ്റെ കാലം വന്നപ്പോൾ രാജ്യം രണ്ടായിട്ട് വിഭജിച്ചു. അങ്ങനെ യഹൂദ എന്നും ഇസ്രായേൽ എന്നും രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വടക്കേ ദേശം ശമരിയെ ആസ്ഥാനമാക്കിക്കൊണ്ടും തെക്കേ ദേശം യെരുശലേമിനെ ആസ്ഥാനമാക്കിക്കൊണ്ടും തലസ്ഥാനമാക്കിക്കൊണ്ടും മുന്നോട്ട് പോയി. അതിൽ വിഭജിത ഇസ്രായേലിലെ നാലാമനായ രാജാവാണ് ഏല എന്ന് പറയുന്ന രാജാവ്. 2 വർഷം രാജാവായിട്ടിരുന്നു. അദ്ദേഹം ഭരിച്ച കാലഘട്ടം BC 886. അത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആ രാജാവ് വരുത്തി വെച്ച വിന. 1 രാജാ 16-ന്റെ 9-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവൻ്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകണ്ടുണ്ടാക്കി. അവൻ തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ, നോക്കണം, ആരാ? ഏല എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജാവ് തൻ്റെ പദവികൾ ഓർക്കാതെ എന്തു ചെയ്യുക? വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്തു കടന്ന് യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. അഥവാ ഏല എന്ന് പറയുന്ന രാജാവിനെ മറ്റൊരു വ്യക്തിയെ, സിമ്രി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി വീടിനകത്ത് കടന്ന് വെട്ടിക്കൊന്നിട്ട് പകരം രാജാവായി. നോക്കണം, നമ്മൾ വായിച്ചെന്തോ, മകനെ ലെമുവിലെ മദ്യാസക്തി രാജാക്കന്മാർക്ക് കൊള്ളരുത്. ഇവിടെ രാജ്യഭാരം നടത്തേണ്ട, രാജ്യത്തെ നയിച്ചു കൊണ്ടുപോകേണ്ട രാജാവ് അതേ ഭവനത്തിനകത്തിരുന്ന് കൂട്ടുകാരുകൂടി മദ്യം കഴിക്കുമ്പോൾ ശത്രു അത് മുതലെടുത്ത് ആ രാജാവിനെ, ഇസ്രായേലിലെ രാജാവിനെ വെട്ടിക്കൊന്നിട്ട് പകരം രാജാവായി. നോക്കണം, മദ്യപാനം വരുത്തി വെച്ച വിന. ഒരു രാജാവിനെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. വളരെ ചിന്തിക്കേണ്ടത്. 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വളരെ വായിക്കേണ്ടത്. അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ, നോക്കണം, ലഹരി പിടിച്ച് താനൊരു രാജാവാണെന്നുള്ള ആ ബോധ്യം പോലും ഇല്ലാതെ അത് മറന്നുകൊണ്ട് കുടിച്ചിട്ട് ലഹരി പിടിച്ച് ഞാൻ ഇരിക്കുക. അത് ശത്രു മുതലെടുക്കുവാനും തൻ്റെ ജീവൻ അപകടത്തിലാകുവാനും ഇടയായി. നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതൊന്നും വെറുതെയല്ല. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം പാപത്തിൻ്റെ ബന്ധനത്തിൽ, പാപത്തിൻ്റെ ചുഴിയിൽ കിടന്ന് നട്ടം തിരിയരുത്. നമ്മളെ രക്ഷിപ്പാനും കരകയറ്റുവാനും ആലോചന പറഞ്ഞു തരുവാനും ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കുമോ, എൻ്റെ ജീവിതം എവിടെയാണ്? കർത്താവ് കാണിച്ചു തന്ന നീതിയുടെ പാതയിലാണോ, അതോ നീതിയുടെ പാത വിട്ട് വെളിയിൽ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതമാണോ? മദ്യത്തിനടിമപ്പെട്ട് ജീവിതവും ആരോഗ്യവും കുടുംബവും ധനവും എല്ലാം നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു വ്യക്തിയാണോ? കർത്താവിലേക്ക് കടന്നു വരിക. കർത്താവിന് രക്ഷിപ്പാൻ കഴിയും. അതേ, കർത്താവിൻ്റെ കരം ബലമേറിയ കരമാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ച് കൊടുക്കുക. നിശ്ചയമായിട്ടും നാം ആയിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ച് നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം തരുവാൻ നമുക്ക് വേണ്ടി ഉയരത്തിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ട്. ഈ രക്ഷകനായ കർത്താവിന് വേണ്ടി അതേ നമ്മെ തേടി ഈ താണലോകത്തിൽ വന്ന് മരക്കുരിശ് ചുമന്ന് അതേ ജീവൻ ബലിയർപ്പിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ അഭയം വെച്ചുകൊണ്ട് കർത്താവിനെ വേണ്ടി ജീവിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ധാരാളം കൃപ നമുക്ക് ഏവർക്കും തരുമാറാകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.